പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരിയാണെങ്കിൽ നല്ല സമാധാനത്തിൽ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ കമലയാണെങ്കിലും ഡോറ് തുറന്നു കൊടുക്കുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ഇത്രയും സമയം എവിടെയായിരുന്നു എന്ന്. പക്ഷേ അതിനൊന്നും ഹരി മറുപടി കൊടുക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ടേബിളിൽ നിന്ന് അവിടെ ജഗ്ഗിലുണ്ടായിരുന്ന വെള്ളമൊക്കെ എടുത്ത് കുറച്ച് കുടിക്കുന്നുണ്ട്. എന്നിട്ട് കമലേനോട് ചോദിക്കുകയാണ്, അമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഹരി എന്നെ പറയുന്നുണ്ടായിരുന്നു, അലീനേനെ ആരും കുത്തിയതൊന്നല്ല, അവൾ പോലീസിനോട് മൊഴി കൊടുത്തത് അവൾ കസേരയിൽ കയറിയപ്പോൾ, കത്രിക എടുത്ത് കസേരയിൽ കയറിയപ്പോൾ അങ്ങനെ കസേര മറിഞ്ഞ് താഴെ വീണതാണ്, അങ്ങനെയാണ് അവളുടെ വയറിൽ കുത്തി കയറി എന്നാണ് പറഞ്ഞതെന്ന് പറയട്ടോ. അപ്പോൾ കമല പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ഈശ്വര, എന്നിട്ടാണോ നമ്മൾ ആരൊക്കെയോ സംശയിച്ചല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് ഹരിയാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അതിനുശേഷം കമലയാണെങ്കിൽ വൈജയന്തിനെ വിളിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് വൈജയന്തിനോടും ചോദിക്കുന്നുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായിന്ന്. അപ്പോൾ വൈജയന്തി ഇത് തന്നെയാട്ടോ പറയുന്നത്, കമലയെടുത്ത് കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ, അവളെ ആരും കുത്തിയതൊന്നല്ല, അതുപോലെ അവളിങ്ങനെ കസേരയിൽ കത്രികയായിട്ട് കയറിയപ്പോൾ കസേര മറിഞ്ഞ് താഴെ വീണപ്പോൾ വയറിൽ കുത്തിയതാണെന്നാണ് അവൾ പോലീസിനോട് പറഞ്ഞതെന്ന് പറയട്ടോ. ഹരി വന്നപ്പോഴാണ് ഇപ്പോൾ പറഞ്ഞത്, അപ്പോഴാണ് ഞാൻ നിന്നെ വിളിച്ചതെന്ന് കമലയും പറയുന്നുണ്ട്. പിന്നീട് വൈജയന്തി പറയാണ്, അവൾ പറഞ്ഞത് ഞാൻ അത്ര വിശ്വസിച്ചിട്ടൊന്നുമില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് കമല ചോദിക്കുമ്പോൾ അവൾക്ക് ആരൊക്കെയോ ആയിട്ട് കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അത് മാത്രമൊന്നല്ല, കമലയെടുത്ത് കേട്ടിട്ടില്ലേ ഇങ്ങനെ പ്രേമം നിരസിച്ചപ്പോൾ യുവതിയുടെ മുഖത്ത് ആസിഡ് ഒഴിച്ചു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവൾ ആദ്യത്തവനെ തഴഞ്ഞിട്ടുണ്ടാവും, അപ്പോൾ അവനത് പിടിച്ചു കാണില്ല, അങ്ങനെയായിരിക്കും ഇങ്ങോട്ട് വന്നത്, അവൻ്റെ കയ്യിൽ കത്രികയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക, അതെടുത്ത് ഇങ്ങനെ അവളുടെ വയറ്റത്ത് കുത്തിയും കാണും എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് വൈജയന്തി അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല, എൻ്റെ ഒരു ഊഹം മാത്രമാണ് എന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട്, അത് വൈജ പറഞ്ഞതായിരിക്കും മിക്കവാറും ശരി എന്ന് പറയാണ് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞ് വൈജയന്തി ചോദിക്കുകയാണ്, കമലേട്ടത്തി മറ്റൊരു കാര്യം അറിഞ്ഞായിരുന്നോ എന്ന് ചോദിക്കൂ കേട്ടോ. ഇപ്പോൾ അവളുടെ ബൈസ്റ്റാൻഡറായിട്ട് മനു ആണ് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ കമലയ്ക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കമല ചോദിക്കുന്നുണ്ടായിരുന്നു, മനു എറണാകുളത്തേക്ക് പോയതല്ലേന്ന്. ആ സമയത്ത് വൈജയന്തി കമലേനോട് പറയുകയാണ്, ഇപ്പോൾ എന്തായാലും മനു തന്നെയാണ് അവളുടെ ബൈസ്റ്റാൻഡറായിട്ട് അവിടെ നിൽക്കുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ കമല പറയുന്നുണ്ടായിരുന്നു, എന്നാൽ പിന്നെ അതൊന്ന് വിളിച്ചു ചോദിക്കണമല്ലോ അവനോട്, ഞാൻ വെക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് കമല പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് ബാലേന്ദ്രൻ വീട്ടിലേക്ക് വരുന്നതാണ്. ബാലേന്ദ്രനാണെങ്കിലും ആകെ ക്ഷീണിച്ചൊക്കെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ വന്ന് കയറുമ്പോൾ തന്നെ വൈജയന്തി ചോദിക്കുന്നുണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ കയറിയിട്ടാണോ വരുന്നതെന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയുകയാണ്, ഞാൻ ഇതുവരെ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു എന്ന് പറയും. അവൾ രക്ഷപ്പെടുമല്ലോ അല്ലേ എന്നിങ്ങനെ വൈജയന്തി ചോദിക്കുമ്പോൾ, എന്താ രക്ഷപ്പെടണ്ടേ എന്നിങ്ങനെ ബാലേന്ദ്രൻ തിരിച്ചും ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുകയാണ്, എനിക്ക് വേണ്ടിയിട്ടാണോ അവൾ ജീവിക്കുന്നത് എന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത്. പിന്നീട് അവിടെ നിലത്തൊക്കെ നോക്കിയിട്ട് അലീന കിടന്നിടത്ത് ബ്ലഡൊന്നും കാണാനില്ലല്ലോ, അപ്പോൾ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ. അപ്പോൾ വൈജയന്തി പറയും, പോലീസ് കേസൊന്നും ഇല്ലല്ലോ, അപ്പോൾ പിന്നെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു, ക്ലീൻ ചെയ്തു എന്ന് പറയും കേട്ടോ. അപ്പോൾ രോഹിത് വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് വന്നതെന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ. കുറേ സമയമായി വന്നിട്ട്, അവൻ മുകളിലുണ്ട് എന്ന് പറയും. പിന്നീട് അവനെന്താ നേരം വൈകിയതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു വൈജയന്തി, അവന് ഫുട്ബോൾ മാച്ച് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് എന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നീട് ബാലേന്ദ്രൻ മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു സംശയത്തോടു കൂടി വൈജയന്തി ആണെങ്കിലും അവിടെ ഇങ്ങനെ താഴെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നേ. പിന്നീട് രോഹിത്തിനെയാണ് കാണിക്കുന്നത്. രോഹിത്താണെങ്കിലും ആകെ വെപ്രാളം പിടിച്ച് റൂമിൽ ഇങ്ങനെ ഒരു സമാധാനം ഇല്ലാതെ നിൽക്കുകയാണ് കേട്ടോ. കുറേ അങ്ങോട്ട് നടക്കുന്നുണ്ട് ഇങ്ങോട്ട് നടക്കുന്നുണ്ട്. ആ സമയത്താണ് ബാലചന്ദ്രൻ വന്നിട്ട് ഡോറിന് തട്ടുന്നത്. അതും കൂടെ കേൾക്കുമ്പോൾ രോഹിത്തിനാണെങ്കിലും ആകെ ടെൻഷനാവുകയാണ് കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആകെ ഇങ്ങനെ ക്ഷീണിച്ച് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് വീണ്ടും ഇങ്ങനെ ബാലേന്ദ്രൻ ഡോറിന് തട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ എന്തായാലും ഒരു ധൈര്യമൊക്കെ സംഭരിച്ച് ചെന്നിട്ട് അങ്ങ് തുറക്കുന്നുണ്ട് കേട്ടോ രോഹിതാണെങ്കിലും. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു രോഹിത്തിനോട്, നീ എന്താ ഉറങ്ങായിരുന്നോ എന്ന് ചോദിക്കും. അല്ല, ഞാൻ കിടക്കുകയായിരുന്നു, ഫോണിൽ നോക്കി കിടക്കുകയായിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ നീ എന്താ വരാൻ ലേറ്റ് ആയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ റൂമിലേക്ക് കയറിയിട്ട് പിന്നെ അവിടേക്ക് ഇങ്ങനെ ആകെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ, എല്ലായിടത്തും നോക്കുന്നുണ്ട്. ആദ്യം രോഹിത്തിനോട് എന്താ വരാൻ ലേറ്റായി എന്ന് ചോദിക്കുമ്പോൾ ഫുട്ബോൾ മാച്ച് ഉണ്ടായിരുന്നു, അപ്പോൾ ഈ രാത്രിയിലോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ അതെ 7 തൊട്ട് 8 വരെയായിരുന്നു എന്ന് പറയൂ കേട്ടോ. പിന്നീട് എന്തായാലും ബാലേന്ദ്രനാണെങ്കിലും അവിടേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഒരു സംശയത്തോടു കൂടി എല്ലായിടത്തും നോക്കുകയാണ് കേട്ടോ. പിന്നീട് രോഹിത്തിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞോ എന്ന് ചോദിക്കും. അപ്പോൾ അറിഞ്ഞു എന്ന് പറയും കേട്ടോ. അപ്പോൾ ആര് പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഹരിയാണ് പറഞ്ഞതെന്ന് പറയും. ഹരിനോട് ആരാ പറഞ്ഞതെന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ അത് അമ്മ കമലാൻ്റീനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയും കേട്ടോ. എന്നിട്ട് ഈ ഒരു വിവരം അറിഞ്ഞിട്ട് നീ എന്താ എന്നെയോ വൈജയനെ വിളിക്കാതിരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നിൻ്റെ വീട്ടിൽ ഒരു ജോലി ചെയ്യുന്ന ആൾക്കല്ലേ ഇങ്ങനെ ഒരു അപകടം പറ്റിയത്, എന്നിട്ട് എന്താ നീ വിളിച്ച് ചോദിക്കാതെ ഇരുന്നതെന്ന് ചോദിക്കുമ്പോൾ രോഹിത് പറയാണ്, ജോലിക്കാരിയുടെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ടായിരുന്നു, നിൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സെർവൻറ്റ് ഒരു പെൺകുട്ടിയാണെന്ന് നിനക്കറിയാലോ, ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും ഇവിടുന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ അച്ഛനും അതുപോലെ തന്നെ ഈ വീട്ടിലുള്ളവരും പെടുമെന്നും നിനക്കറിയാലോ, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ അച്ഛനും അമ്മയും ഡീൽ ചെയ്തോളൂന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് രോഹിത് പറയുകയാണ്. പിന്നീട് രോഹിതിൻ്റെ മുഖത്ത് ഉണ്ടായിരുന്ന ആ മുറിവിൻ്റെ ആ പാട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ത്
പറ്റിയതാണ് നിൻ്റെ മുഖത്ത് എന്ന് ചോദിക്കുമ്പോൾ അത് ക്രിക്കറ്റ് കളിച്ച സമയത്ത് ഇങ്ങനെ 6 അടിച്ചപ്പോൾ ഞാൻ പന്ത് പോയപ്പോൾ എടുക്കാൻ കുറ്റിക്കാട്ടിലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കോറിയതാണെന്ന് പറയൂ കേട്ടോ. ഇതെല്ലാം കാണാപ്പാഠം പഠിച്ച പോലെ പറയുന്നത് പോലെ ഉണ്ടല്ലോ എന്നിങ്ങനെ ബാലേന്ദ്രൻ ആ സമയത്ത് പറയുമ്പോൾ എനിക്കറിയാവുന്ന പോലെയല്ലേ പറയാൻ പറ്റുള്ളൂ, പിന്നെ ഞാൻ എങ്ങനെയാണ് പറയേണ്ടത്, അച്ഛൻ എന്തോ ഒരു സംശയം എന്ന് ചോദിക്കൂ കേട്ടോ. എന്നിട്ട് പോലീസിനോട് അലീന തന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ, അവളിങ്ങനെ കസേരയിൽ കയറിയപ്പോൾ മറിഞ്ഞ് വീണ് ആണ് വയറിൽ കത്രിക കുത്തിയതെന്ന്, പിന്നെ എന്തിനാ അച്ഛൻ ഇത്രയും സംശയം എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്, ഇനിയിപ്പോൾ അതിൽ കൂടുതലൊന്നും ഉണ്ടാവാതിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രനാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും തിരിഞ്ഞ് നിന്ന് നോക്കുന്നുണ്ടായിരുന്നേ. എന്നാൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ബാലേന്ദ്രൻ അവിടെ നിന്ന് പോകുമ്പോഴാണ് കേട്ടോ രോഹിത്തിനൊരു സമാധാനമാവും. രോഹിത്ത് വേഗം ഡോർ അടിച്ചിട്ട് അവിടെ അങ്ങ് തളർന്നിരിക്കുകയാണ് കേട്ടോ. പിന്നീട് വൈജയന്തി നല്ല ഉറക്കമായിരിക്കും, ബാലേന്ദ്രനാണെങ്കിൽ ഉറക്കം വരുന്നില്ല കേട്ടോ. 11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉറക്കം വരാത്തതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ എണീറ്റിരിക്കുമ്പോഴാണ് ഫോണിൽ ഒരു മെസ്സേജ് വരുന്നത്. അപ്പോൾ ഫോൺ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മനുവിൻ്റെ മെസ്സേജാണ് കേട്ടോ. മനു പറയുന്നുണ്ടായിരുന്നു അങ്കിൾ ഉറങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ടാണ്, ശല്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കുന്നത്, വേറെ ഒന്നുമില്ല. അലീനേനെ പോസ്റ്റ് ഓപ്പറേഷൻ ICUന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടു, പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ കണ്ടു എന്ന് പറയാണ് കേട്ടോ. അവൾ നല്ല മയക്കത്തിലാണ്. ഇനിയിപ്പോൾ സമാധാനമായിട്ട് ഒരു കട്ടൻ കാപ്പി കുടിച്ചിട്ട് ഞാൻ റൂമിലേക്ക് പോയിക്കോളാം അങ്കിളേ എന്ന് പറയും. അപ്പോഴാണ് കേട്ടോ ബാലേന്ദ്രന് ഒരു സമാധാനമാവുന്നത്. എന്നിട്ടാണ് പിന്നെ ഉറങ്ങാനായിട്ട് കിടക്കുന്നത് കേട്ടോ. പിന്നീട് അലീനേനെയാണ് കാണിക്കുന്നത്. അലീനേൻ്റെ അടുത്ത് സിസ്റ്റർ ഉണ്ടായിരുന്നു, പുതപ്പൊക്കെ റെഡിയാക്കി കൊടുത്ത്. അലീന ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ മനു വരുമ്പോൾ അലീനയുടെ ബൈസ്റ്റാൻഡർ ആണല്ലേ, ഇതുവരെ പേഷ്യൻ്റ് ഉണർന്ന് കിടക്കായിരുന്നു, ഇപ്പം അങ്ങ് മയങ്ങി എന്ന് പറയും കേട്ടോ. പലപ്പോഴും ഉറക്കത്തിൽ തന്നെയാണ്, സെഡേഷൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ അവിടെ നിന്ന് പോകും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് മനു അവിടെ ഇരിക്കുന്ന സമയത്താണ് കമലയുടെ കോള് വരുന്നത്. അപ്പോൾ കമല അങ്ങനെ കോള് മനു എടുക്കുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എവിടെയാണെന്ന് ചോദിക്കൂട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണെന്ന് പറയുമ്പോൾ കമല ചോദിക്കുകയാണ്, നീ ഇവിടുന്ന് എറണാകുളത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്, പിന്നെ നിനക്ക് ഹോസ്പിറ്റലിൽ എന്താ കാര്യം എന്ന് ചോദിക്കൂട്ടോ, നിനക്ക് എന്താ പറ്റിയത് എന്നിങ്ങനെ കമല ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറ്റിയിട്ടില്ല, അലീനയ്ക്ക് ചെറിയൊരു അപകടം പറ്റി, അപ്പോൾ ഞാൻ എറണാകുളത്തിന് പോയില്ല, ഇങ്ങോട്ട് വന്നതാണെന്ന് പറയട്ടോ. അപ്പോൾ അതുപോലെ തന്നെ കമല അങ്ങ് ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങുന്നുണ്ടായിരുന്നേ. കടപ്പാട്ടൂരിലെ വേലക്കാരിക്ക് അപകടം പറ്റിയെങ്കിൽ നിനക്ക് എന്താടാ അവിടെ കാര്യം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരുടെ വീട്ടിൽ കിടപ്പാട്ടൂരിൽ നിൽക്കുന്ന വേലക്കാരിയുടെ കാര്യം അങ്ങനെ വൈജി അതുപോലെ തന്നെ ബാലേന്ദ്രനെ നോക്കിക്കോളൂലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മനു തിരിച്ച് പറയുന്നുണ്ടായിരുന്നു, ഞാനും കൂടിയാണല്ലോ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അപ്പോൾ എനിക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ കമലയ്ക്കാണെങ്കിലും അങ്ങ് ദേഷ്യം വന്നിട്ട് മനുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് നാണുണ്ടടാ അങ്ങനെയൊക്കെ പറയാൻ എന്നിങ്ങനെ ചോദിക്കൂ കേട്ടോ. അപ്പോൾ മനു പറയാണ്, ഇപ്പോൾ ഞാൻ നാണം കുറച്ച് വെച്ചിരിക്കുകയാണ്, അതിങ്ങനെ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം ഉപയോഗിക്കാനുള്ളതാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ കമലയാണെങ്കിലും നന്നായിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇത് വല്ലാത്ത ചീപ്പായി പോയി, ഇതിനൊക്കെ ഞാൻ എന്താ പറയുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു, ഈ ഹരിനെ കണ്ട് പഠിക്കുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കടപ്പാട്ടൂരിലെ വേലക്കാരിനെ നിൽക്കാൻ മാത്രം നീ ഇത്രയും ഇതായി പോയല്ലോ, അപ്പോൾ അവിടെ അവൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്നുകിലും വൈജ നിൽക്കണമായിരുന്നു, അല്ലെങ്കിൽ ബബിതയോ കൃഷ്ണമോളോ നിൽക്കണമായിരുന്നു, അല്ലാതെ നീയല്ല പോയി നിൽക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ മനുവിനോട്. അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു, അമ്മ നാളെ രാവിലെ ഒരു 8 മണിക്ക് ഇങ്ങോട്ട് പോരെ, ഇവിടെ അതിനും ചികിത്സയുണ്ട് എന്ന് പറയൂ കേട്ടോ. ഇവിടുത്തെ സൈക്കോളജിസ്റ്റ് നല്ല ഫേമസ് ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പിന്നീട് അതൊക്കെ പറയുമ്പോഴും അങ്ങനെ നിനക്ക് നാണുണ്ടോ, അത് ഭയങ്കര ചീപ്പായി പോയി എന്നൊക്കെ വീണ്ടും ഇങ്ങനെ കമല പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഇപ്പം എന്തായാലും ഫുഡൊക്കെ കഴിച്ചല്ലോ, എന്നാൽ പിന്നെ കിടന്നുറങ്ങാൻ നോക്ക്, പോയിട്ട് അവിടെ നല്ല സുഖമുണ്ടല്ലോ കിടന്നുറങ്ങാൻ, ഇവിടെ അത്ര സുഖം പോരാന്ന് പറയും കേട്ടോ. ഇന്നെന്തായാലും ഇപ്പോൾ ഞാൻ തന്നെയാണ് അലീനയ്ക്ക് ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്നത്, ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു, നാളത്തെ കാര്യം നാളെ തീരുമാനിക്കാം, പിന്നീട് ഓക്കെ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ കോള് കട്ട് ചെയ്യുന്നത്. കമലയാണെങ്കിലും ആ ഒരു ദേഷ്യത്തിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മനു അങ്ങനെയൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് പിന്നീട് രോഹിത് നല്ല ഉറക്കത്തിലായിരിക്കും കേട്ടോ. അപ്പോൾ ഉറക്കത്തിൽ നല്ലൊരു സ്വപ്നം കണ്ടതാണ് രോഹിത്, ഒരു പേടിപ്പെടുത്തുന്ന സ്വപ്നം തന്നെയായിരുന്നു. അലീന ഇങ്ങനെ കത്രികയായിട്ട് അലീനനെ ഇങ്ങനെ അലറി വിളിച്ച് കുത്തുന്നതും അതുപോലെ തന്നെ അങ്ങനെ രോഹിത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വരുന്നതുമായിട്ടുള്ള സ്വപ്നമൊക്കെയാണ് കേട്ടോ രോഹിത് കാണുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട്. രോഹിതാണെങ്കിലും ആകെ പേടിച്ചാണ് കേട്ടോ, ഞെട്ടി ഉണർന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പരിഭ്രാന്തിയൊക്കെ രോഹിത് കാണിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് അലീനേനെയും മനുവിനെ തന്നെയാണ് കാണിക്കുന്നത്. അലീനയാണെങ്കിലും നല്ല മയക്കത്തിലാണ് കേട്ടോ. മനു കുറച്ച് സമയമൊക്കെ റൂമിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് പിന്നീട് അലീനയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ആ ചെയറിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന ഇടയ്ക്ക് ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ മനു ഇരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെയാണ് കാണിച്ചത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. അലീനയോട് ഇങ്ങനെ എന്താ സംഭവിച്ചതെന്ന് മനു ചോദിക്കുമ്പോൾ ഇതാരോടും പറയില്ലെങ്കിൽ ഞാൻ തുറന്നു പറയാമെന്ന് അലീന പറയുന്നുണ്ടായിരുന്നു.
ആരോടും പറയില്ല എന്ന് എനിക്ക് വാക്ക് തരണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വാക്കൊക്കെ മനു കൊടുക്കുന്നുണ്ട്. പിന്നീട് വൈജയന്തി പറയുന്നുണ്ടായിരുന്നു അവളെ വല്ല താലൂക്ക് ഹോസ്പിറ്റലിലും കൊണ്ടുപോയാൽ മതിയായിരുന്നല്ലോ എന്ന്. വൈജയന്തിക്ക് നല്ല ബില്ലാവും എന്ന് വെച്ചിട്ടായിരിക്കും അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ബാലേന്ദ്രനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു വൈജയന്തിനോട് അലീനയ്ക്ക് തൽക്കാലം ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അലീനയ്ക്ക് 2 കെയർ ടേക്കർമാരുണ്ട്, ഒന്ന് ബാലചന്ദ്ര മേനോനും ഒന്ന് മനുശങ്കർ മേനോനും എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. പ്രമോല് ഇത്രയാണ് കാണിച്ചത്. ഈ റിവ്യൂ ഇഷ്ടമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്